ബൈലക്ഷന് ശേഷം അഭിപ്രായ വ്യത്യാസം പ്രശ്നങ്ങളിൽ LDF-ലാണെന്ന് പറയുമ്പോഴും ഈ UDF-ലുണ്ടല്ലോ ഈ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ, അതൊരു ഇതിന്റെ ഗ്രേസിനെ ബാധിച്ചിട്ടില്ല ഈ വിജയത്തിന്റെ. ക്രെഡിറ്റിനെ കുറിച്ച് ഒരു തർക്കവുമില്ല. ഇന്നത്തെ യോഗം ഇത് ടീം വർക്കിന് കിട്ടിയ ഒരു അംഗീകാരമാണ്, പ്രവർത്തകർക്ക് കിട്ടിയ അംഗീകാരമാണ്. അതിനെയാണ് ഞങ്ങൾ നന്ദിയോടെ ഇന്നത്തെ യോഗത്തിൽ റെക്കോർഡ് ചെയ്തത്. LDF-നകത്ത് ഈ ആശയക്കുഴപ്പങ്ങളുണ്ട്. അപ്പം അവിടെയുള്ള അസംതൃപ്തരായ രാഷ്ട്രീയ പാർട്ടികളെ യൂണിഫിലേക്ക് എത്തിക്കുന്നതിന് നീക്കമുണ്ടോ? LDF-ന്റെ ജനവിരുദ്ധ നയങ്ങളെ എതിർക്കുന്ന ആർക്കും വ്യക്തവും ശക്തവുമായ നിലപാടെടുക്കാം. തക്ക സമയത്ത് ഉചിതമായ നിലപാടെടുക്കാം. ഇതൊരു വലിയ ഭൂരിപക്ഷമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ കിട്ടിയത്, ചെറുതല്ല. കാരണം നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം, ആര്യാടൻ പോലെ വിജയിച്ചിട്ടുള്ളത് 6000 വോട്ടിലൊക്കെയാണ്. പിന്നെയും അൻവർ ഉണ്ടായിരുന്നെങ്കിൽ വലിയ വിജയമാകുമായിരുന്നു എന്ന് പറയുന്നതിനകത്തൊരു അതൊരു അടഞ്ഞ അധ്യായമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ചാ വിഷയം പോലും ആയിട്ടില്ല. മേജറും ക്യാപ്റ്റനും ഒക്കെയാണ് പലരും. എന്താണ് പ്രസിഡന്റിന്റെ പദ്ധതി? ഐ എം എ സോൾജിയർ.